നീ ഈ കൈ കൊണ്ടൊന്ന് അടിക്കാൻ ഇങ്ങനെ തടയണം, മനസ്സിലായോ? നീ ഇങ്ങനെ ഇടിക്കാൻ വാ, ഇങ്ങനെ അടിക്കാൻ വാ, തലയിൽ ഇങ്ങനെ ഇല്ല വാ. എന്താണ് വയറ്റിലടിച്ചാ? അതടിക്കാൻ പറ്റുന്ന ചിലപ്പോൾ ഇവിടെ കൂടെ ഇങ്ങനെ ഇടിച്ചതൊക്കെ ആയിരിക്കും. എടാ നിന്റെ ഇതല്ലേ പഠിപ്പിച്ചു തരാമെന്ന്. ഇങ്ങനെ അടിക്കാൻ പറ്റുമോ? ഈ കൈ ഫ്രീ അല്ലേ? ഈ കൈ വെച്ച് ഇടിക്കാമല്ലോ. ഇവിടെ കൊണ്ട് കയറ്റാൻ അത് രണ്ടാമത്തെ അടവാണ്. അത് ഞാൻ പഠിപ്പിച്ചു തരാൻ പോയല്ലേ ഉള്ളൂ. തന്നെ അതുകൊണ്ടാ നീ ഇങ്ങനെ അടിക്കാൻ പറഞ്ഞ നീ എനിക്കറിയാം നീയൊക്കെ ശമ്പളം തരാത്തോണ്ട് നീയൊക്കെ മനഃപൂർവ്വം നല്ലത് വരട്ടെന്ന് വിചാരിച്ച എന്നെ പറയണോടാ. ഇനി ഇങ്ങനെ കിക്ക് അതെങ്ങനെ തടയുമെന്ന് കാണിച്ചു തരാം. കണ്ടാ ഇത് കണ്ടാ ഇങ്ങനെ തള്ളി വേണം, ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഇങ്ങനെ ഓടണം, മനസ്സിലായോ? ഇനി നമുക്ക് ആയുധം കൊണ്ട് അടിക്കാൻ വരുമ്പോ എങ്ങനെ തടയണം? അപ്പൊ 3 സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്. ഏത്? മറ്റേ ഇത് ആദ്യം നീ എന്റെ കപാലത്തിന് അടിച്ചു, അത് പഠിച്ചില്ലേ? രണ്ടാമത് നീ എന്റെ വയറ്റത്ത് ഇടിച്ചു, അത് പഠിച്ചില്ലേ? ഇപ്പൊ കാല് പിടിച്ച് തള്ളി, അത് പഠിച്ചല്ലേ? അങ്ങനെ 3 എണ്ണം പഠിച്ചില്ലേ? ഇനി കമ്പ് കൊണ്ട് അടിക്കാൻ വരുമ്പോ എങ്ങനെ രക്ഷപ്പെടാം? കമ്പ് കൊണ്ട് അടിച്ച് മണ്ട പൊളക്കാതിരുന്നാ ഭാഗ്യം. പിടി കോല് കളിക്കാനാ? പിടി. ഇങ്ങനെയൊക്കെ വരും ഓരോരുത്തർ. അപ്പൊ നമ്മള് എങ്ങനെ തടയണം അതാണ് കാണിക്കാൻ പോകുന്നത്, മനസ്സിലായോ? യെസ്. ഓക്കെ, രണ്ടുപേരും ഇങ്ങനെ അടിച്ച് പഠി. ആദ്യം 1 2. കൈതോല പയ വിരിച്ച് പായലൊരു പറന്നില് പൊലിച്ച് കാതുകൂട്ടാൻ എപ്പ വരും നിന്റെ അമ്മായിയപ്പൻ്റെ. ഇങ്ങനെയാണ് അടിക്കാൻ പറഞ്ഞത്. കോല് കളി കളിക്കുന്നത് അടിക്കാല്ലേ പറഞ്ഞ ബോസ്? എടാ ഫൈറ്റിംഗ് ആണ് പറഞ്ഞ, അല്ലാതെ കോല് കളിയല്ല. നീ നോക്കിക്കോ, നീ അടി അടി. ഓ തടഞ്ഞേ 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 നീ ഇത് ചെറുതാണെന്ന് ഇത് വെച്ച് വരാൻ പറ്റില്ല. ഞാൻ ഇവിടെ പിന്നെ കരാട്ടെ പ്രാക്ടീസ് വരാൻ പറ്റില്ലേ? ഞാൻ ഇവിടെ കരാട്ടെ പ്രാക്ടീസ് സമയം എടുക്കും. വൈകുന്നേരം ഇവിടെ ഫൈറ്റ് പഠിച്ചോണ്ടിരിക്കുന്നു. സ്വഭാവമാണ്. ഓ എന്താണ് എവിടെ? എന്റെ കൈ പോയി. ചെറുകൈ. ഞാൻ വരുന്നു. ഓ ബോസ് ഞാൻ പോയിട്ട് വരാം. ബോസ് ഞാൻ തടയോടി എങ്ങനെ വന്നാല് മതി. അവനോട് പോയി അവനോട് പോയി അവനെ ഞാൻ അടിച്ച് അപ്പുറത്ത് തെറിപ്പിച്ചാന്തോ.